നമസ്കാരം. 1987 സരിതയും മുകേഷും തമ്മിലുള്ള വിവാഹം നടന്നത്. 2011 25 വർഷത്തെ വിവാഹ ജീവിതം നിയമപരമായി ഇരുവരും അവസാനിപ്പിച്ചത്. അതിന് പിന്നാലെയായിരുന്നു മുകേഷ് 2013 നർത്തകിയായ മേതിൽ ദേവികയെ വിവാഹം കഴിക്കുന്നത്. കഥ ഇന്നുവരെയിലൂടെയാണ് മേതിൽ ദേവിക വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ചിത്രത്തിലെ നായികയായ പുതുമുഖം മേതിൽ ദേവികയുടെ പ്രകടനത്തെപ്പറ്റി ചോദിച്ചപ്പോൾ നായിക എന്റെ ഭാര്യയാണെന്നായിരുന്നു മുകേഷ് ഈയിടെ തമാശ രൂപേണ പറഞ്ഞത്. മേതിൽ ദേവിക മുകേഷിനെതിരെ നിരവധി തവണ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നിട്ടും മുകേഷ് എന്തിന് ഇത്തരത്തിൽ സംസാരിച്ചു എന്നത് വ്യക്തതയില്ല. എന്തായാലും ആദ്യ ഭാര്യ സരിതയുമായി വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ മുകേഷിനെതിരെ പുറത്തുവന്നത് നിസ്സാര കാര്യങ്ങളല്ല. സരിത ഗുരുതര ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉന്നയിച്ചു. എന്നാൽ മേതിൽ ദേവിക വിവാഹമോചന സമയത്ത് മുകേഷിനെതിരെ സംസാരിച്ചില്ല. ലൈംഗികാരോപണ കേസിൽ ദിവസങ്ങൾക്ക് മുൻപാണ് മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ഒരു കാലത്ത് നായികയായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടിയായിരുന്നു സരിത. മലയാളികൾ ഒരിക്കലും മറക്കാത്ത നടി ഒട്ടുമിക്ക തെന്നിന്ത്യൻ ഭാഷകളിലും സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ കുറെ കാലമായി സരിതയെപ്പറ്റി യാതൊരു വിവരവുമില്ലായിരുന്നു. നടൻ മുകേഷുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് സരിത അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് മക്കൾ കൂടി ജനിച്ചതോടെ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത നടി അഭിനയത്തിൽ നിന്നും മാത്രം മാറി നിൽക്കുകയായിരുന്നു. മുകേഷിന് മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ ആ ബന്ധം അവസാനിപ്പിച്ചിരുന്നു. അടുത്തിടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ച് സരിതയുടെ ചില വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം സരിത വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശിവകാർത്തികേയൻ നായകനായി അഭിനയിച്ച മാവീരൻ എന്ന സിനിമയിലെ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സരിതയുടെ തിരിച്ചുവരവ്. ഇതിനിടെ മഹിളാരത്നത്തിന് നൽകിയ അഭിമുഖത്തിൽ സിനിമയിൽ നിന്ന് മാറി നിൽക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നടി തുറന്നു സംസാരിച്ചിരുന്നു. ഇത്രയും വലിയൊരു ഇടവേള സൃഷ്ടിച്ചതിൽ ഞാൻ തന്നെയാണെന്നാണ് സരിത പറയുന്നത്. അതിന് കാരണം മാതൃത്വമാണ്. 24 മണിക്കൂറും ഒരു അമ്മയായി എന്റെ കടമകൾ നിർവഹിക്കുവാൻ തന്നെ സമയം തികയാത്ത അവസ്ഥയായിരുന്നു. എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെയൊരു കാലഘട്ടം ജീവിതത്തിലുണ്ടാവും. എന്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ആസ്വദിച്ച കാലഘട്ടമായിരുന്നു അതൊക്കെ. സിനിമയാണ് എനിക്ക് ജീവിതം, എല്ലാം അതുതന്നെയാണ്. പക്ഷേ ഒരമ്മ എന്ന നിലയിൽ കുട്ടികൾക്കല്ലേ മുൻഗണന നൽകേണ്ടത്? അതിനായി ചില ത്യാഗങ്ങൾ സഹിച്ചേ പറ്റൂ. ഈ കാലഘട്ടത്തിൽ ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അഭിനയിച്ച എന്നേ ഉള്ളൂ. പകരം സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് ഡബ്ബിംഗ് ചെയ്തിരുന്നു. അങ്ങനെ സജീവമായതുകൊണ്ട് സിനിമയും ഞാനും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ അഭിനയിച്ചിരുന്ന കാലഘട്ടം ഇപ്പോഴത്തെ കാലവും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എത്രയോ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ക്രാഫ്റ്റായി ഒന്നും മിസ് ചെയ്യുന്നില്ല. പക്ഷെ അന്നത്തെ സംവിധായകരെ, നിർമ്മാതാക്കളെയും സഹനടി നടന്മാരെയും പലരും ഇന്നില്ല. അവരെ ഞാൻ മിസ് ചെയ്യാറുണ്ടെന്നും സരിത പറയുന്നുണ്ട്. ഒഴിവു സമയം കിട്ടുമ്പോൾ ഞാൻ അഭിനയിച്ച സിനിമകൾ വീണ്ടും കാണാറുണ്ട്. ഞാൻ അഭിനയിച്ചതിൽ ചില സിനിമകൾ ഇന്നും കണ്ടിട്ടില്ല. അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. മാത്രമല്ല എന്റെ സിനിമകൾ മക്കൾക്കും കാണിച്ചു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അവർ എന്റെ സിനിമ കണ്ടിട്ട് വളരെ ഇമോഷണൽ ആവും. എന്താ അമ്മേ എല്ലാ പടത്തിലും ദുഃഖപുത്രിയായി അഭിനയിച്ചിരിക്കുന്നത് എന്നവർ ചോദിക്കാറുണ്ടെന്നും
എന്ന് മതി, അല്ലാണ്ട് ബാക്കി ഒന്നും പോണ്ട. ഓക്കെ, അടുത്ത ന്യൂസേ. നാഗചൈതന്യ സാമന്ത. നമസ്കാരം. തെന്നിന്ത്യയിൽ ഏറെ ആഘോഷിച്ച താരവിവാഹങ്ങളിലൊന്നായിരുന്നു സാമന്തയുടെയും നാഗചൈതന്യയുടെയും വിവാഹം. എന്നാൽ അതുപോലെ തന്നെ ഇരുവരുടെയും വിവാഹമോചന വാർത്തയും ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരുന്നു. 4ാം വിവാഹ വാർഷികത്തിന് 5 ദിവസം ബാക്കി നിൽക്കെയായിരുന്നു വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് താരദമ്പതികൾ പ്രഖ്യാപിച്ചത്. സാമന്തയും നാഗചൈതന്യയും വേർപിരിയുന്നതായി സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയാണ് അവതരിപ്പിച്ചത്. പരസ്പര സമ്മതത്തോടെയാണ് ഇരുവരും വിവാഹമോചനത്തിന് മുൻകൈയെടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2017 വിവാഹിതരായ ഇരുവരും 2021 പിരിയുകയായിരുന്നു. ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയ വേർപിരിയിലായിരുന്നു ഇത്. കമ്മിറ്റ് ചെയ്ത സിനിമകൾ പൂർത്തിയാക്കി അമ്മയായി കുടുംബജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അന്ന് സാമന്ത. എന്നാൽ ഇതിനിടെയാണ് വിവാഹബന്ധങ്ങൾ പ്രശ്നങ്ങൾ കടുത്തത്. ശാകുന്തളം എന്ന സിനിമ പൂർത്തിയാക്കിയ ശേഷം കരിയറിൽ നിന്നും ഇടവേള എടുക്കാനായിരുന്നു സാമന്തയുടെ തീരുമാനം. ഇതേക്കുറിച്ച് ശാകുന്തളത്തിന്റെ നിർമ്മാതാവിനോട് പറഞ്ഞതുമാണ്. എന്നാൽ നടി ആഗ്രഹിച്ചതുപോലെയല്ല പിന്നീടുണ്ടായത്. ബന്ധം പിരിഞ്ഞ ശേഷം കരിയറിലെ തിരക്കുകളിലേക്ക് സാമന്ത നീങ്ങി. ഇതിനിടെ മയോസിറ്റീസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ താരത്തെ ബാധിച്ചു. പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് സമാന്ത. കരിയറിൽ നാഗചൈതന്യയ്ക്ക് മുകളിലാണ് സമാന്തയുടെ താരമൂല്യം. വിവാഹശേഷം നടിയുടെ കരിയറിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി. ഈ ഘട്ടത്തിൽ നാഗചൈതന്യയ്ക്ക് തുടരെ പരാജയ സിനിമകളും വന്നു. സമാന്തയുടെ താരമൂല്യമാണ് നാഗചൈതന്യയെ അലോസരപ്പെടുത്തിയതെന്ന് അഭ്യൂഹങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ബന്ധം പിരിഞ്ഞതിന് കാരണം എന്തെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നില്ല. വിവാഹമോചനത്തിന്റെ കാരണം എന്താണെന്ന് ഒരിക്കൽ പോലും തുറന്നു പറയാൻ രണ്ടാളും ശ്രമിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പല കഥകളും പ്രചരിച്ചു. ഒടുവിൽ സമാന്ത നാഗചൈതന്യ വേർപിരിയലിനെ കുറിച്ച് പരാമർശം നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് തെലങ്കാന മന്ത്രി സുരേഖ. സമാന്തയുടെയും നാഗചൈതന്യയുടെയും വിവാഹമോചനത്തിന് കാരണം KT രാമാറാവു ആണെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. മാത്രമല്ല, ചില ആരോപണങ്ങൾ കൂടി മന്ത്രി മുന്നോട്ട് വെച്ചു. മന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നതിന് പിന്നാലെ തെലുങ്ക് സിനിമാ ലോകം ഒന്നടങ്കം താരങ്ങൾക്ക് പിന്തുണയുമായി എത്തി. മാത്രമല്ല, തന്റെ മുൻഭാര്യയെയും തന്നെയും മോശക്കാരിയായി ചിത്രീകരിക്കാൻ നോക്കിയതിന് തന്നെയും മോശക്കാരായി ചിത്രീകരിക്കാൻ നോക്കിയതിന് എതിരായി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ നാഗചൈതന്യ. ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു നടന്റെ പ്രതികരണം. വിവാഹമോചനം എന്ന തീരുമാനം ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. വളരെയധികം വേദന നിറഞ്ഞ നിർഭാഗ്യകരമായ കാര്യമാണ്. ഒരുപാട് ആലോചനകൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ഞാനും എന്റെ മുൻ ഭാര്യയും ചേർന്നെടുത്ത തീരുമാനമാണ് വിവാഹമോചനം. ഞങ്ങളുടെ വ്യത്യസ്തമായ ജീവിത ലക്ഷ്യങ്ങൾക്കും സമാധാനത്തിനും അതായിരുന്നു വേണ്ടതെന്ന തീരുമാനത്തിൽ 2 പ്രായപൂർത്തിയായ ആളുകൾ എടുത്ത തീരുമാനം മാത്രമാണ്. അതിന്റെ പേരിൽ ഒരുപാട് കിംവദന്തികളും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളും പ്രചരിച്ചു. എന്നിട്ടും എന്റെ മുൻ ഭാര്യയുടെയും എന്റെയും കുടുംബത്തെയും ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഇതുവരെയും അതിനോടൊന്നും പ്രതികരിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ മന്ത്രി കൊണ്ട സുരേഖ നടത്തിയ പരാമർശം വാസ്തവവിരുദ്ധമാണെന്ന് മാത്രമല്ല, അങ്ങേയറ്റം ആക്ഷേപം കൂടെയാണ്. സ്ത്രീകൾ ബഹുമാനവും പിന്തുണയും അർഹിക്കുന്നവരാണ്. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി സെലിബ്രിറ്റികളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് എന്തും പറയാമെന്ന നിലയിലേക്ക് തരം താഴ്ന്നത് അങ്ങേയറ്റം നാണക്കേടുള്ള കാര്യമാണ് എന്നാണ് നാഗചൈതന്യ പറയുന്നത്. തെലങ്കാന വനംവകുപ്പ് മന്ത്രി കൊണ്ട സുരേഖ നടത്തിയ പരാമർശമാണ് ഇത്തരത്തിൽ വലിയ വിവാദമാക്കിയിരിക്കുന്നത്. BRS വർക്കിംഗ് പ്രസിഡന്റായ KT രാമറാവുവിന് എതിരെ സംസാരിച്ച സുരേഖ താരദമ്പതിമാരുടെ ദാമ്പത്യ പ്രശ്നത്തിന് കാരണം KT രാമറാവു ആണെന്ന് പറയുകയായിരുന്നു. ഇതിനെതിരെ KTRും രംഗത്ത് വന്നു. വിവാദമുണ്ടാക്കിയ മന്ത്രിയുടെ പരാമർശം ഇങ്ങനെയായിരുന്നു: മയക്കുമരുന്ന് മാഫിയയാണ് KTR. സിനിമാ ഇൻഡസ്ട്രിയിലെ പലർക്കും അയാൾ മയക്കുമരുന്ന് എത്തിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ പല നടിമാരും അഭിനയം നിർത്തിപ്പോയി. KTRന് അടുത്തു പോകാൻ നാഗാർജുന തന്റെ മകന്റെ ഭാര്യയായ സാമന്തയോട് ആവശ്യപ്പെട്ടു. അവർ അതിന് വിസമ്മതിച്ചു. അതേ തുടർന്നുള്ള പ്രശ്നത്തിനൊടുവിലാണ് നാഗചൈതന്യയും സമന്ത റൂത്ത് പ്രഭുവും വേർപിരിഞ്ഞതെന്നായിരുന്നു സുരേഖയുടെ പരാമർശം. മന്ത്രിയുടെ പരാമർശത്തിനെതിരെ തെലുങ്ക് സിനിമാ ഇൻഡസ്ട്രി ശക്തമായി പ്രതികരിക്കുകയാണ്. മകന്റെയും മരുമകളുടെയും ദാമ്പത്യത്തിൽ ഇടപെട്ടുവെന്ന ആരോപണത്തെ നിഷേധിച്ച് നാഗാർജുനയും തനിക്കെതിരെ ഉണ്ടായ പരാമർശത്തിൽ നടി സാമന്തയും പ്രതികരിച്ചിട്ടുണ്ട്. അടുത്ത ന്യൂസ്. നമസ്കാരം. മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് മേഘ്ന വിൻസെന്റ്. സീരിയലിൽ സജീവമായ മേഘ്ന ചില സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. അഭിനയത്തിൽ സജീവമായിരുന്ന താരം ഇടയ്ക്ക് ഒരു നീണ്ട ഇടവേളയെടുത്തെങ്കിലും ഇപ്പോൾ വീണ്ടും മിനിസ്ക്രീൻ സജീവമായിരിക്കുകയാണ്. ചന്ദ്രമഴ എന്ന സീരിയലിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറിയതാണ് മേഘ്ന. അമൃത എന്ന കഥാപാത്രം അത്രയും വലിയ വിജയമായിരുന്നു. സാധാ നാട്ടിൻപുറത്തുകാരിയായിരുന്ന മലയാളി പെൺകുട്ടി ദേശായി കുടുംബത്തിലേക്ക് എത്തുന്നതും പിന്നീടുണ്ടായ മാറ്റുമായിരുന്നു ചന്ദനമഴയുടെ ഇതിവൃത്തം. രൂപശ്രീ ആയിരുന്നു അമൃതയുടെ അമ്മായിയമ്മയായി വേഷത്തിലെത്തിയത്.
നിരവധി ട്രോളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നും മലയാളികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കഥാപാത്രങ്ങളാണ് ചന്ദ്രമഴയിലെ താരങ്ങൾ, പ്രത്യേകിച്ച് മേഘ്ന വിൻസെന്റ്. എന്തായാലും മിൻസ്ക്രീൻ പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത പരമ്പരയാണ് ചന്ദ്രമഴ. അവസാനിച്ചിട്ട് വർഷങ്ങളേറെയായെങ്കിലും പരമ്പരയിലെ താരങ്ങളെയെല്ലാം പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട്. ചന്ദ്രമഴയ്ക്ക് ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നവരും പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്നും എത്തുന്നവരുമുണ്ട്. നടി മേഘ്ന വിൻസെന്റ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചന്ദ്രമഴ പരമ്പര ഏറെ റേറ്റിംഗ് ഉള്ള ദുർലഭം പരമ്പരകളിൽ ഒന്നായിരുന്നു. സീരിയൽ മേഘ്നയുടെ ഭർത്താവായ അർജുൻ ദേശായി ആയി അഭിനയിച്ചത് തമിഴ് സീരിയൽ താരം സുബ്രഹ്മണ്യൻ ഗോപാലകൃഷ്ണനാണ്. തമിഴ്നാട് പുതുക്കോട്ടെ സ്വദേശിയായ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സിനിമ കരിയർ ആരംഭിച്ചത്. തമിഴ്നാട് പുതുക്കോട്ടെ സ്വദേശിയായ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സിനിമാ കരിയർ ആരംഭിച്ചത്. ചന്ദ്രമഴ സുബ്രഹ്മണ്യത്തിന്റെ ആദ്യത്തെ മലയാള സീരിയലായിരുന്നു. ശേഷം സൂര്യകാന്തി, അക്ഷരത്തെറ്റ്, പളുങ്ക് തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചു. ആക്രി കല്യാണം എന്നൊരു മലയാളം സിനിമയിലും താരം അഭിനയിച്ചിട്ടുണ്ട്. വളരെ വിരളമായി മാത്രമാണ് സുബ്രഹ്മണ്യം മലയാളം അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇപ്പോഴത്തെ നടി മേഘ്ന വിൻസെന്റിനൊപ്പം സുബ്രഹ്മണ്യം ദി ഹെൻസ്വുഡിന് ഇപ്പോഴത്തെ നടി മേഘ്ന വിൻസെന്റിനൊപ്പം സുബ്രഹ്മണ്യം ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത്. ചന്ദ്രമഴ സീരിയലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ജീവിതത്തിലെയും കരിയറിലെയും വിശേഷങ്ങൾ നടൻ പങ്കിട്ടു തുടങ്ങി. മലയാളം അറിയാതെയാണ് മലയാളം സീരിയലിൽ അഭിനയിക്കാൻ ഞാൻ വന്നത്. പക്ഷെ ഒരു മാസം കൊണ്ട് എഴുതാനും വായിക്കാനും പഠിച്ചു. മലയാളത്തിൽ അഭിനയിക്കുന്നതിനോടുള്ള താല്പര്യമാണ് ചന്ദ്രമഴ സീരിയലിൽ എത്തിച്ചത്. ചന്ദ്രമഴ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കവേ ഒരു സ്ത്രീ വന്ന് എന്നെ അടിച്ചു. ആ കൊച്ചിനെ ഒന്ന് സ്നേഹിച്ചുകൂടെ എന്ന് ചോദിച്ചാണ് അടിച്ചത്. എനിക്ക് ഒരുപാട് അടി ഇതുപോലെ അമ്മച്ചിമാരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് സുബ്രഹ്മണ്യൻ പറയുന്നു. സുബ്രഹ്മണ്യൻ മാത്രമല്ല, വില്ലത്തി റോൾ ചെയ്ത ശാലുവിനും അടി കിട്ടിയിട്ടുണ്ടെന്ന് മേഘ്നയും കൂട്ടിച്ചേർത്തു. സുബ്ബു അണ്ണനെ മാത്രമല്ല, ചന്ദ്രമഴയിൽ വർഷയായി അഭിനയിച്ചിരുന്ന ശാലുവിനോടും സീരിയൽ ആരാധകർ ഇങ്ങനെ പെരുമാറാറുണ്ടെന്നും ഞാനും ശാലുവും ഒരുമിച്ച് പോകുന്നത് കാണുമ്പോൾ ആളുകൾ വന്ന് ശാലുവിനെ അടിച്ചിട്ട് പോകുമെന്നും മേഘ്ന പറഞ്ഞു. ഗോഡ് സിനിമയിൽ അഭിനയിച്ചതിന്റെ വിശേഷങ്ങളും അഭിമുഖത്തിൽ സുബ്രഹ്മണ്യൻ പങ്കുവച്ചു. സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ തൊട്ടു മുമ്പായുള്ള സീനുകളിലാണ് സുബ്രഹ്മണ്യൻ സ്പെഷ്യൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ അംഗമായി വിജയ്ക്കൊപ്പം അഭിനയിച്ചത്. സുബ്രഹ്മണ്യനെ സ്ക്രീനിൽ കാണിച്ചപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് ലഭിച്ചത്. ഗോട്ടുമായി ബന്ധപ്പെട്ട് എന്റെ കഥാപാത്രത്തിന് വന്ന ട്രോളുകൾ ഞാൻ കണ്ടിരുന്നു. വെങ്കട് പ്രഭു സാർ എന്റെ ചേട്ടന്റെ സുഹൃത്താണ്. തമിഴിൽ സിനിമകൾ ചെയ്താൽ മലയാളത്തിന് എനിക്ക് അതൊരു നല്ല ഇമ്പാക്ട് തരുമെന്ന് തോന്നിയിരുന്നു. മലയാളത്തിൽ ലാൽ സാറിന്റെയോ മമ്മൂട്ടി സാറിന്റെയോ ഒപ്പം സിനിമ ചെയ്യണമെങ്കിൽ ചന്ദ്രമഴ എന്ന വിസിറ്റിംഗ് കാർഡ് കൊണ്ട് മാത്രം സാധ്യമാവില്ല. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ എന്നിവർക്കൊപ്പമെല്ലാം അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ എളുപ്പത്തിൽ വഴി തുറന്ന് കിട്ടിയെന്ന് കിട്ടിയത് തമിഴിലാണ്. ഞാൻ അത് ഉപയോഗിച്ചു. വെങ്കട് പ്രഭു സാറിനെ വിളിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിച്ചപ്പോൾ വിളിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. മലയാളത്തിൽ ഞാൻ ചെയ്യുന്ന സിനിമകൾക്ക് തമിഴിൽ വിജയ് സാർ ചിത്രത്തിൽ അഭിനയിച്ചാൽ ഗുണം കിട്ടുമെന്നെല്ലാം വെങ്കട് സാറിനോട് പറഞ്ഞു. വിജയ് സാറിന്റെ സിനിമ കിട്ടിയതായതു വിജയ് സാറിന്റെ സിനിമ കൂടി ആയതുകൊണ്ട് വെങ്കട് സാറിനെ ഒരുപാട് നിർബന്ധിച്ചു വാങ്ങിയ കഥാപാത്രമായിരുന്നു ഗോട്ടിൽ ചെയ്തത്. എന്റെ കഥാപാത്രത്തിന് ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതലും എഡിറ്റിംഗിൽ പോയി. വിജയ് സാറുമായി ഫൈറ്റും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതുമൊക്കെയായ സീനുകൾ ഉണ്ടായിരുന്നുവെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. യഥാർത്ഥ ജീവിതത്തിലെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചും നടൻ സംസാരിച്ചു. കൂട്ടുകാരന്റെ പെങ്ങളെയാണ് ഞാൻ വിവാഹം ചെയ്തത്. അവൻ എന്നെ കുറിച്ച് നിരന്തരമായി പറയുന്നത് കേട്ടാണ് അവൾക്ക് എന്നോട് പ്രണയം തോന്നിയത്. ചന്ദ്രമഴ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രൊപ്പോസൽസ് വന്നിട്ടുണ്ട്. ഇപ്പോഴും വരാറുണ്ടെന്നും താരം പറയുന്നുണ്ട്. എന്റെ ഗുരുവായൂരപ്പ.